ദിവസങ്ങളിലൊക്കെ നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സിനിമാ നടനുമായിട്ടുള്ള സുരേഷ് ഗോപിയെ പറ്റി വീഡിയോ ഇടുമ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് ഒരുപാട് ആളുകൾ തൃശ്ശൂരുള്ള ആളുകളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നീ ആരാ തൃശ്ശൂരിനെ പറ്റി പറയാൻ, അല്ലെങ്കിൽ നീ ആരാ സുരേഷ് ഗോപിയെ പറ്റി പറയാൻ, നീ അടിമയല്ലേ, നീ അന്തംഗമ്യല്ലേ, നീ സുഡാപ്പിയല്ലേ, നീ ജിഹാദിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുന്ന കുറേ അധികം ആളുകളുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എൻ്റെ മറ്റുള്ള വീഡിയോയും കൂടി കണ്ടിട്ട് ഒന്ന് വിലയിരുത്താനെന്നാണ്. കാരണം ഞാൻ കൊടുക്കുന്ന റിപ്ലൈ, എൻ്റെ എല്ലാ വീഡിയോയിലും വരുന്ന കമൻറ്റുകൾ ഞാൻ വായിക്കും. എല്ലാ കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കാനായിട്ടിരിക്കുന്ന ഒരാൾ കൂടി. എനിക്ക് ഒരുപാട് കമൻറ്റുകളൊന്നും വരാറില്ല, അങ്ങനെ പോലെ 20 കമൻറ്റ് അല്ലെ 15 കമൻറ്റ് അല്ലെ ഒരു 50-60 കമൻറ്റിനകത്ത് വരും. ഏത് വന്നാലും അതിനെല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന കമൻറ്റുകളിൽ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു. അപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ ജനങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും തൃശ്ശൂരിലേക്ക് ആ ഒരു ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുറേ ആളുകൾ വന്നിട്ട് നീ ആരാണ് അതിനെപ്പറ്റി പറയാൻ, നീ ഏതാ, നീ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ചൊറിഞ്ഞുകൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന തൃശ്ശൂരിൻ്റെ നാഥൻ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ നാഥൻ എന്ന്